താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. 2014-15 വർഷങ്ങളിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡുകൾക്ക് ചർച്ചകൾക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങളുടെ അകത്തുണ്ടാകേണ്ട സന്തോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുപ്രധാന രേഖയാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. കുടുംബജീവിതക്കാർക്ക് അനുദിന കർമ്മങ്ങളിലും വെല്ലുവിളികളിലും സഹായകമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പാപ്പ ഈ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ അപ്പസ്തോലിക പ്രബോധനത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും ചിന്തകളുമാണ് ഈ പ്രോഗ്രാമിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുക. ഏവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഈ സമയം സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്ക് സുപരിചിതനായ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. സാറ് സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമാണ്. ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപത ലോ ഓഫ് സമർപ്പിത സമൂഹത്തിൻ്റെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിലെ അംഗവും വർഷങ്ങളായി കൗൺസിലിംഗ് രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പ്രധാനമായും ചർച്ച ചെയ്തത് കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും ഇടയിൽ ലൈംഗിക വിദ്യാഭ്യാസത്തെ എത്ര പ്രാധാന്യത്തോടെ കാണണമെന്നുള്ളതാണ്. ലൈംഗികതയെ ഏറ്റവും നിസ്സാരമായി കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രായത്തിൽ തക്ക സമയത്ത് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നാം ചർച്ച ചെയ്തു. ഇതിൻ്റെ കൂടുതൽ ചർച്ചകളാണ് ഈ എപ്പിസോഡിൽ നാം ഒരുക്കുന്നത്. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടുമുട്ടിയ ഒരു സുഹൃത്ത് തങ്ങൾക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൻ്റെ സങ്കടം പങ്കുവയ്ക്കുകയായിരുന്നു. പ്രായമായിട്ടും മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ആശങ്കകളുള്ള മാതാപിതാക്കൾ ദൂരെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളോട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കമൻ്റ് എങ്ങനെയാണ്: ഞങ്ങൾ ഇത്രയും ഇതുവരെയും ഞങ്ങൾക്ക് ചേർന്ന ഒരു ആളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പലപ്പോഴും ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് വിവാഹത്തിന് മുൻപ് ഒരു പ്രണയം, വിവാഹത്തിന് മുമ്പ് ഒരു പരിചയപ്പെടൽ, വിവാഹത്തിന് മുമ്പ് ഒരുമിച്ചുള്ള കണ്ടുമുട്ടലും അതിനൊക്കെ ശേഷം വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു രീതി ഇന്ന് നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്? ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരു പൊതുധാരണ ഉയർന്നു വന്നിട്ടുണ്ട്. അത് യൂറോപ്പിലെ ഒരു 200 കൊല്ലം മുൻപ് വരെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു യൂറോപ്പിൽ. നമുക്ക് അത്ഭുതം തോന്നും യൂറോപ്പിൽ അങ്ങനെ ആയിരുന്നു എന്ന്. ഈ യൂറോപ്പിലെ ഈ അറേഞ്ച് മാരേജ് നടക്കുന്ന സമയത്ത് ആദിവാസി സമൂഹങ്ങളിൽ മുഴുവനും ഡേറ്റിംഗ് സമ്പ്രദായത്തിലാണ് മാരേജ് നടന്നിരുന്നത്. ലോകത്തിലെല്ലായിടത്തും ആദിവാസികളുടെ ഇടയിൽ വിവാഹം നടക്കുന്നത് ഡേറ്റിംഗ് സമ്പ്രദായത്തിലാണ്. കാരണം ഒരു പ്രായം വരുമ്പോൾ അവർ പരിചയപ്പെടുന്നു, ഒരുമിച്ച് ചേരുന്നു, അവർ ശാരീരികമായി ബന്ധപ്പെടുന്നു, സമൂഹം അംഗീകരിക്കുന്നു. അപ്പോൾ ഇത് യൂറോപ്പിലേക്ക് കടന്നു വന്നിട്ട് അധികം കാലമായിട്ടില്ല. അത് ഗോത്ര സമൂഹങ്ങളുടെ ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഇവർ പറയുന്നത് ഇതാണ്: ആദ്യം പ്രണയം, പിന്നെ വിവാഹം. പക്ഷെ സഭ നേരെ തിരിച്ചാ പറയുന്നത്. കത്തോലിക്ക സഭ ആദ്യം വിവാഹം, പിന്നെ പ്രണയം. ഇതിലേതാണ് ശരി എന്നതാണ് ഇന്നത്തെ ഒരു വലിയ ചോദ്യം. അപ്പോൾ ഡോക്ടർ ഉന്നയിച്ച ചോദ്യം ഇന്നത്തെ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്
പരിചയപ്പെടുക, അതിനുള്ളിൽ ചിലപ്പോൾ പരിചയം ലൈംഗികതയിലേക്ക് വരെ നീളുന്നു. അത് കഴിഞ്ഞ് അവർ ആ ലൈംഗിക ബന്ധത്തിൽ നിന്ന് സന്തോഷമില്ല എന്ന് കണ്ടെത്തി അവർ പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു നീക്കത്തിൽ അവർ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുന്നു. പക്ഷെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ, അറേഞ്ച്ഡ് മാരേജ് ഫെയിലിയർ ആണെന്നും ലവ് മാരേജ് സക്സസ്ഫുൾ ആണെന്നും പറയുന്ന ആ യൂറോപ്യൻ കൾച്ചറിൽ വന്നിട്ടുള്ള പ്രശ്നം, നമ്മളെക്കാട്ടിലധികം വിവാഹമോചനം നടക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലാണ്. അപ്പോൾ ഈ പരിചയപ്പെട്ടവർ തന്നെ, ഒരു മനുഷ്യൻ യൂറോപ്പിലൊരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, ഞങ്ങൾ 10 കൊല്ലം പ്രണയിക്കും, 11ാം കൊല്ലം വിവാഹം കഴിക്കും, 12ാം കൊല്ലം വിവാഹമോചനം നേടും. അതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഇതിൽ തെറ്റെന്ത് എന്നുള്ള, സഭ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നത് നിർണായകമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കാരണം അതിൻ്റെ ചോദ്യം സഭ എപ്പോഴും പറയും, പ്രീ മാരിറ്റൽ സെക്സ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നതാണ്. എല്ലാ തരത്തിലുള്ള ലൈംഗിക അനുഭവങ്ങളും വിവാഹത്തിന് മുൻപുള്ളത് ഒഴിവാക്കണം എന്ന കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് 2 അഭിപ്രായമില്ല, ഒറ്റ അഭിപ്രായമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള അഭിപ്രായമുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. അതിന് സഭ പറയുന്ന ഒന്നാമത്തെ കാരണം, സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാത്ത ലൈംഗികതയ്ക്ക് ഒരു ഫുൾഫിൽമെൻറ്റോ സന്തോഷമോ ഉണ്ടാകില്ല. നൈമിഷിക വികാരങ്ങളുടെ പേരിൽ നമ്മൾ മുൻ എപ്പിസോഡിൽ കണ്ടു, ലൈംഗികത എന്ന് പറയുന്നത് ശാരീരികമായ ഒരു ഇൻസ്റ്റിങ്ക്ച്വൽ വികാരമാണ്. അതിനപ്പുറത്ത് അതിന് യാതൊന്നുമില്ല. പക്ഷെ സ്നേഹത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ അൺസാറ്റിസ്ഫാക്ഷൻ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ ഉള്ള ലൈംഗികതയ്ക്ക് ലഭിക്കുന്ന അസംതൃപ്തി, ആ അസംതൃപ്തി തന്നെയാണ് പിന്നീട് വിവാഹം വേണ്ട എന്ന അവസ്ഥയിലേക്ക് വരെ ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്തായാലും കൃത്യമായിട്ട് സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരും. കാരണം ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലോട്ട് വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ചിലപ്പോൾ വിവാഹം അറേഞ്ച് മാരേജിന് ഒക്കെ റെഡിയായ ദമ്പതികൾ വിവാഹ കോഴ്സിനൊക്കെ വന്നതിന് ശേഷം ചിലപ്പോഴൊക്കെ എങ്കിലൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, അപ്പം ഞാൻ ദുബായിൽ നിന്ന് വന്നു, അപ്പം മനസ്സമ്മതം കഴിഞ്ഞു, ഇനി പോയിട്ട് തിരിച്ചു വന്നിട്ടേ വിവാഹം കഴിക്കുള്ളൂ, അപ്പം എനിക്കും എൻ്റെ പ്രതിശ്രുത വധുവിനും കൂടി ഒരു ടൂറ് പോകാമോ? ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ടൂറ് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല, പക്ഷെ നിങ്ങൾ ഉറങ്ങുന്നത് 2 മുറിയിലായിരിക്കണം. അങ്ങനെ ഉറപ്പാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി. അപ്പോൾ പിന്നെ എന്തിനാ ഡോക്ടറെ ടൂറ് പോകുന്നത് എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇതിന് 2 പ്രശ്നങ്ങളാണ്. അപ്പം വേറൊരു കപ്പിൾ എന്നെ വിളിച്ചതോ ഞാൻ ഓർക്കുകയാണ്. അവർ പറഞ്ഞത് എങ്ങനെയാണ്, ഞങ്ങൾ ലൈംഗിക ബന്ധം പ്രശ്നമല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല. അതായത് പുരുഷന് അത് ഫെയിലിയറായി, ലൈംഗിക ബന്ധത്തിനുള്ള ശ്രമം പരാജയപ്പെട്ടു. അവൻ അന്ന് മുതൽ വിവാഹം വേണ്ട എന്നൊരു കാഴ്ചപ്പാടിലേക്ക് മാറുകയാണ്. അവൻ ഭയങ്കരമായിട്ട് അവൻ മാനസികമായി തളർന്നു പോയി. അതൊരു അനുഭവം. മറ്റൊരു അനുഭവം ഇങ്ങനെയാണ്, അവർ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇതിനേക്കാളും നല്ല പാർട്ട്ണറെ കിട്ടുമെന്നുള്ള ചിന്ത പുരുഷന് കടന്നു വന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പ്രീ മാരിറ്റൽ സെക്സിലുണ്ട് എന്നുള്ളത് പലരും അറിയാതെ പോകുന്നു. അതുകൊണ്ട് പാപ്പ ഇതിന് വളരെ വ്യക്തമാക്കി നമ്മളോടൊരു കാര്യം പറയാണ്. കൗമാരപ്രായക്കാരെ വിവാഹത്തിന് ചേർന്ന പക്വതയും മൂല്യങ്ങളും പരസ്പര സമർപ്പണവും വൈവാഹിക ലക്ഷ്യങ്ങളും ആവശ്യമുള്ളവരായി കണക്കാക്കി അവരുടെ ശരീരത്തെയും ആഗ്രഹത്തെയും കളിപ്പാട്ടം പോലെ കളിക്കാൻ ക്ഷണിക്കുന്നത് എപ്പോഴും നിരുത്തരവാദിത്തപരമാണ്. അവരുടെ ആവശ്യങ്ങളും നേരിടുന്ന കുറവുകളും സഫലീകരിക്കാനുള്ള മാർഗമായി മറ്റു വ്യക്തികളെ ഉപയോഗിക്കാൻ ഉത്സാഹപൂർവ്വം പ്രോത്സാഹിക്കപ്പെടുന്നു ആണ് പാപ്പ പറയുന്നത്. അതായത് പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്നത് പെൺകുട്ടീനെ ആൺകുട്ടീനെ ഉപയോഗിക്കാനുള്ള കളിപ്പാട്ടാണ്, അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കാമെന്ന ആ ധ്വനി. ഇത് ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ഉണ്ടല്ലോ, ആ ഉൽപ്പത്തി പുസ്തകത്തിനെ പലരും ഇപ്പോൾ വിമർശിക്കുകയാണ്.
കാരണം പുരുഷൻ സ്ത്രീയെ അടിമയാക്കും, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. സ്ത്രീയെ നീ വേദനയോടെ പ്രസവിക്കും, അപ്പം സ്ത്രീയുടെ മേൽ ദൈവം ഒരു ഭാരം വെച്ച് കൊടുത്തു, അങ്ങനെയൊക്കെയാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ഇന്നാളൊരു യൂട്യൂബിൽ കേട്ടത്. പക്ഷേ അത്ഭുതം എന്നേ പറയുന്നുണ്ടോ, കാറൽ മാർക്സ് കുട്ടിക്കാലത്ത് എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ ഒരു 24 വയസ്സിൽ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം അവന് അധ്വാനിക്കാൻ വേദനയും ഉപഭോഗം ചെയ്യുന്നതിൽ സന്തോഷവുമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താ? അധ്വാനിക്കലാണ്. അപ്പം മൃഗങ്ങളും ഉപഭോഗം ചെയ്യും. അങ്ങനെ മനുഷ്യൻ മൃഗമായി തീർന്നിരിക്കുന്നു. അടുത്തത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, മനുഷ്യന് സെക്സ് നടത്താൻ ഇഷ്ടമാണ്, എന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയധികം ആരാധകരുള്ള കാറൽ മാർക്സ് ഇങ്ങനെ എഴുതി വെച്ച കാര്യം ഇവരാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലേ. ഇത് പറഞ്ഞാൽ ഉടൻ തന്നെ പറയും അത് അദ്ദേഹം അറിവില്ലാത്ത കാലത്ത് എഴുതിയതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. കളിപ്പാട്ടം പോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമർപ്പണ ബോധമുണ്ട്. സമർപ്പണം എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കല്. ഒരു ലൈംഗികതയുടെ വില എത്രയാണ് എന്നറിയണമെങ്കിൽ ലൈംഗികതയുടെ അനന്തരഫലമായിട്ട് കുട്ടി ഉണ്ടാവും. ആ കുട്ടി ഉണ്ടായാലേ കുട്ടി വളർന്നു വരും. പഠിപ്പിക്കണം, അവനെ കല്യാണം കഴിച്ചു കൊടുക്കണം, അവൾക്ക് കുട്ടികളുണ്ടാകും, അവരെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗികതയുടെ വില എന്ന് പറയുന്നത് ആയുഷ്കാലമുള്ള കമ്മിറ്റ്മെൻ്റാണ്. ആ കമ്മിറ്റ്മെൻ്റാണ് സമൂഹത്തെ നിലനിർത്തുന്നത്. ആ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ആയാൽ സമൂഹം തന്നെ ഇല്ല. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ. എന്തിനാ ഫാമിലി ബോണ്ടേജ്, ഇതെങ്ങനെ അങ്ങോട്ട് ജീവിച്ച് അങ്ങോട്ട് പോയാൽ പോരെ, ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന വഴിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് നമ്മുടെ മക്കള്. വിവാഹത്തിനുള്ളിൽ തന്നെ മാത്രമേ പാടുള്ളൂ എന്ന് സഭ ശാഠ്യം പിടിക്കുന്നത്. കാരണം ഇപ്പൊ എല്ലാവരും എന്താ പറയാ, കോഹബിറ്റേഷൻ, രണ്ടുപേര് തമ്മിൽ ട്രയൽ മാരേജ്, ഇപ്പൊ ടി വിയിൽ വരുന്ന പല ആൾക്കാരും ലിവിങ് ടുഗദർ ആണ്. കാരണം ബന്ധനമാണ്. അവര് കുടുംബം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. ഞാൻ അടുത്ത കാലത്ത് ശ്രീകുമാരൻ തമ്പിയൊക്കെ ഇത്ര നല്ല കവിയാണോ എന്ന് ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം, സിനിമയിൽ വന്ന ഗാനം, MS വിശ്വനാഥൻ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ്: ബന്ധനമാണ് ഈ പാരിലെങ്കിലും ബന്ധുരമാണ് അതിൻ്റെ ഓർമ്മകൾ. അപ്പം ബന്ധനമാണ് പാരിൽ എന്ന് പറയുന്നത്. കുടുംബം മുഴുവൻ ബന്ധനമാണ്. ഞാൻ ജനിക്കുന്നത് അച്ഛനാം മേരുവിൽ നിന്ന് ഞാൻ ഉത്ഭവിക്കുന്നു, അമ്മയാം താഴ്വരയിൽ ഞാൻ വളരുന്നു, അടുത്ത തലമുറയായി കടലായി ഞാൻ തുള്ളിത്തുളുമ്പുന്നു, അതിനുള്ളിൽ ഞാൻ കാണുന്നതൊക്കെ ബന്ധനങ്ങളാണെങ്കിലും ബന്ധുരമാണതിൻ്റെ ഓർമ്മകൾ തന്നെ. അപ്പോൾ ബന്ധനമല്ല, ബന്ധുരമാണ് എന്ന്. ബന്ധനാണ് കുടുംബം. കാരണം വിവാഹം കഴിച്ചാൽ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലേ. ലിവിങ് ടുഗദർ വളരെ സുഖമാണ്. പറയുന്നു ഇപ്പോഴത്തെ കുട്ടികള്, ഞങ്ങള് കല്യാണം കഴിക്കാൻ റെഡിയാ, പക്ഷെ കുട്ടികളുണ്ടാവാൻ പറ്റില്ല. പ്രായക്കാരുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള പറ്റായ്മയാണ് അവരതിങ്ങനെ പറയാൻ കാരണം. ഈ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്നറിയോ? എന്താടാ മക്കളില്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, ഞങ്ങളുടെ മക്കളെ ഉൾക്കൊള്ളാൻ മാത്രം ഈ ലോകം വലുതായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം വലുതായിട്ടില്ല എന്ന് പറയുന്നതാണ്. അതവൻ പറയില്ലല്ലോ. പലപ്പോഴും ഈ വിവാഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ മാറുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ചിലര് വിവാഹം കഴിക്കാൻ പ്രായമായിട്ടും അത് സമയമായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളുടെ മുമ്പിൽ മാറുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴെങ്കിലും അവരുടെ കണ്ട കുടുംബങ്ങളുടെ ഒരു പ്രശ്നം അവർക്കുണ്ടാകാം. ഈ കുടുംബത്തിന്റെ ഒരു മനോഹാരിതയും ഇതൊക്കെ വേണ്ടതുപോലെ അവരിലേക്ക് പകരപ്പെടാൻ ചെയ്തിട്ടുണ്ടാവില്ല ചിലയിടങ്ങളില്. പിന്നെ അവരവരുടെ കൂട്ടുകാരും ഒക്കെ കമ്പയർ ചെയ്യും. ഇന്നത്തെ കാലത്ത് ഈ കമ്പാരിസൺ ഭയങ്കര കൂടുതലാണ്. വിവാഹം കഴിഞ്ഞവരും കഴിയാത്തവരും അങ്ങനെ അതിനെ കുറിച്ചൊക്കെ വളരെ, എന്നിട്ട് അത് അവികലമായ അറിവുകളാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. അത് വെച്ച് അവര് ഇവാലുവേറ്റ് ചെയ്യുക കല്യാണത്തിനൊക്കെ. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, വിവാഹത്തിന്റെ ആദ്യഘട്ടത്തില് ഭയങ്കര സന്തോഷമാണ്.
അത് കഴിഞ്ഞ് പിന്നെ 10-20 കൊല്ലം ബന്ധനം തന്നെയാണ്. ആ പെയിൻ എടുക്കാൻ തയ്യാറാവണില്ല. സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ശ്രവിക്കുന്ന അപ്പനും അമ്മയുണ്ടെങ്കിൽ അവരാലോചിച്ച് നോക്കിയാൽ അറിയാം, കല്യാണം കഴിച്ചിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്തോഷത്തെക്കുറിച്ച് ഓർക്കാൻ തന്നെ പറ്റില്ലേ. വീഞ്ഞ് കംപ്ലീറ്റ് തീർന്നു പോയി. അച്ഛൻ പങ്കുവെച്ചത് ഓർക്കാ, കെട്ടിച്ചു വിടുന്ന കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ 3 കൊല്ലം ഒരു വിളിയൊന്നും ഇല്ലാന്ന്. 3 കൊല്ലം കഴിയുമ്പോൾ ഫോൺ വിളിയാണ്, അച്ഛ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പിന്നെ ആ പ്രായമാകുമ്പോഴാണ് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് സന്തോഷകരമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ലൈംഗികതയുടെ ശരിയായ ഉപയോഗം ദൈവം കുടുംബജീവിതത്തിൽ വെച്ചിട്ടുള്ളത് അത് കുടുംബജീവിതത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെയും ഒരു പങ്കുവയ്ക്കലിൻ്റെയും ഒരു ഉറവിടമായിട്ടാണ് ദൈവം അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനെ അങ്ങനെ തന്നെ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് കയ്പ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ തരുന്ന മധുരമായിട്ട് മാത്രമേ നമ്മൾ ഈ ലൈംഗികതയെ കാണാൻ പാടുള്ളൂ. അതിനപ്പുറത്ത് ഇതിന് പ്രസക്തിയില്ല എന്ന്. ദൈവം ദാനമായി നൽകിയ ലൈംഗികത എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷെയറിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഞങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു പോണ്. ഞങ്ങളുടെ ഇങ്ങനെ പോണതിൻ്റെ കാരണം ദൈവവിശ്വാസം, ഞങ്ങൾ പരസ്പരമുള്ള തമ്മിലുള്ള വിശ്വാസമാണ്. എനിക്ക് എൻ്റെ ഭാര്യനെ വിശ്വാസമാണ്, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെയും വിശ്വാസമാണ്. പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ നമുക്ക് ആ വിശ്വാസത്തിലൂടെ കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ വ്യക്തിയിലുള്ള ശീലങ്ങൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ വ്യക്തിനെ ആ വിശ്വാസത്തിലൂടെ കാണാൻ പറ്റാത്തത്. നമുക്ക് അങ്ങനെ ഒരു ശീലങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ പരസ്പരം നല്ല സന്തോഷത്തിലും സമാധാനത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ ഞങ്ങളെക്കാളും സമ്പത്തും കഴിവും സൗകര്യങ്ങളൊക്കെ ഉള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ തകർച്ചകൾ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കണതെന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അവരുടെ വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തിൽ അവർക്ക് അച്ചടക്കമില്ല, അല്ലെങ്കിൽ ബാവയുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ വിവാഹത്തിന് ശേഷവും അങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലും ജീവിതത്തിൽ പരസ്പരം ആ ബഹുമാനക്കുറവ്, ശ്രദ്ധക്കുറവ് അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഈ തകർച്ചയിലേക്ക് അവരെ നയിക്കണത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് മുമ്പുള്ള പ്രേമം എന്നൊക്കെ പറയണത് അത്ര നല്ല സ്വീകാര്യമായ ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം എന്ന് പറയുന്നത് അത്ര സേഫായിരിക്കും എന്ന് തോന്നണില്ല. കാരണം വിവാഹം ചിലപ്പോൾ ഇപ്പോൾ ഈ വിവാഹം പ്രണയിച്ചവർ തമ്മിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ തന്നെ അത് പിന്നീട് അവർ വേറെ വിവാഹം കഴിക്കുമ്പോൾ നേരത്തെ തന്നെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാതിരുന്ന പോലെ ആവോ ഇത് എന്നുള്ളൊരു അവിശ്വാസം അവിടെ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിവാഹം കഴിച്ചാലും ആദ്യം ഇതുപോലെ തന്നെ സ്വഭാവമായിരിക്കും ഇയാളുടെ എന്നുള്ള ഒരു ചിന്ത കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത്, വിവാഹത്തിന് മുമ്പുള്ള പ്രണയം എന്ന് പറയുന്നത് അത്ര സ്വീകാര്യമായ ഒരു നയമായിട്ട് തോന്നുന്നില്ല ഞങ്ങൾക്ക്. നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി പ്രീ മാരിറ്റൽ സെക്സ്, അതിലെ അൺസാറ്റിസ്ഫാക്ഷൻ, ലൈംഗികത, പിന്നെ അതുപോലെ തന്നെ ലിവിങ് ടുഗദർ, നല്ലത് കണ്ടെത്താൻ പരിശ്രമിച്ചിട്ട് അവിടെയൊക്കെ പലപ്പോഴും ഒരു അൺസാറ്റിസ്ഫൈഡ് അവസ്ഥയിലേക്കാണ് സാധാരണ പോകുന്നത്. അതിനൊരു കാരണം എന്തായിരിക്കും? അതായത് വിവാഹത്തിന് മുൻപുള്ള ലൈംഗികത എന്തുകൊണ്ട് അസംതൃപ്തിയിലേക്ക് വരും എന്ന് നമ്മൾ ആരോപിക്കുന്നത്, ഇതിന് വല്ല ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? ഇതാണ് ഈ ചോദ്യം. അതാണല്ലോ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കത്തോലിക്ക സഭ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അടിത്തറ എന്ത്? എനിക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ കുഴക്കിയിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം. ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ കുറേ സെക്സ് പുസ്തകങ്ങൾ.
അപ്പം ഞാൻ പറഞ്ഞു അവരോട് ചോദിച്ചിട്ട് തരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നിനക്കും പോയാൽ വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ രാഗം തിയേറ്ററിൻ്റെ അടുക്കലുള്ള ചില പെട്ടിക്കടകളിൽ, ഇത് 40 കൊല്ലം മുൻപുള്ള കഥയാണ്, പെട്ടിക്കടയിൽ പോയിട്ട് ഒരു പീടികയിൽ പോയിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞ് എനിക്ക് ഒരു സെക്സ് പുസ്തകം വേണം. അപ്പോൾ അയാളൊരു പുസ്തകം തന്നു. ആ പുസ്തകം തന്നപ്പോൾ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, തുറക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവളോട് ചോദിച്ചു തുറന്നിട്ട് ഞാനൊന്ന് മറച്ചു നോക്കിയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കച്ചവടക്കാരൻ ബുദ്ധിയില്ലാത്ത മനുഷ്യനാണെങ്കിലും ഒരു മറുപടി പറഞ്ഞു, മോനെ ഇത് തുറന്നു നോക്കിയാൽ പിന്നെ വേണ്ടാന്ന് പറയും, അതുകൊണ്ട് ഇങ്ങനെ വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോന്നു. കാരണം നമുക്ക് പറ്റിക്കലാണോ എന്ന് അറിയണല്ലോ. അപ്പോൾ ഇത് ലൈംഗികതയെ സംബന്ധിച്ച് ഉള്ള വലിയ ഒരു പാഠത്തിലേക്കാണ് ഈ കാര്യം എന്നെ നയിച്ചത്. എന്താണ്, ഒരിക്കൽ തുറന്നു നോക്കിയാൽ ഞാനെന്ന പുരുഷൻ ഒരു സ്ത്രീയെ ഒരിക്കൽ തുറന്നു നോക്കിയാൽ എനിക്ക് കമ്മിറ്റഡ് അല്ല എങ്കിൽ എനിക്ക് അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, കമ്മിറ്റഡ് അല്ല എങ്കിൽ. അപ്പോൾ ഇവിടെ പലപ്പോഴും പറ്റുന്നത് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത കളിപ്പാട്ടം പോലെയുള്ള ഉപയോഗം. ഞാൻ ഇനിയും സംതൃപ്തനായില്ല, അതുകൊണ്ട് ഈ സ്ത്രീ പോരാ എന്ന അറിവിൽ മറ്റൊരു സ്ത്രീയിലേക്ക് പോകാനുള്ള ടെൻഡൻസി പുരുഷനുള്ളത് കൊണ്ടായിരിക്കണം സഭ ഒരു പക്ഷേ നിങ്ങളൊരു കാരണവശാലും ഇത് പോകരുത്. ഇനി വിവാഹത്തിന് ശേഷം എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വിജയം വന്നാലും പരാജയം വന്നാലും ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റാണ്. അവിടെ എനിക്ക് ലൈംഗികമായി പരാജയപ്പെട്ടാൽ പോലും എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ധൈര്യമാണ് ഒരു പക്ഷേ നമ്മളെ പടുത്തുയർത്തുന്നത്. ഇതായിരിക്കണം ഒരു പക്ഷേ സഭ ഇതിനെ നിഷേധിക്കുന്നതിൻ്റെ പ്രീമാരിറ്റൽ സെക്സിലെ ഈ ധൈര്യം അവർക്ക് ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അവർ ഭയങ്കര ആശങ്കയിലാണ് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ആശങ്ക ജീവിതത്തിൽ ഉടനീളം കാണുകയും ചെയ്യും, അത് അവരുടെ ജീവിതത്തിനെ തകർത്ത് തരിപ്പണാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭയം, ഉത്കണ്ഠ എന്നൊക്കെ പറയുന്നത് പാടില്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നാം അംഗീകരിച്ചുകൊണ്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കാനും തത്വങ്ങൾ പറയാനും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്കും ഉത്കണ്ഠകളുണ്ടെന്ന്. അപ്പോൾ അവളുടെ മനസ്സ് പോലും തുറക്കണമെങ്കിൽ സമ്പൂർണമായ ഭയത്തിന്റെ അനുഭവത്തിൽ മാത്രമേ അവള് തന്നെ പൂർണ്ണമായിട്ട് ഭർത്താവിന് സമർപ്പിക്കുള്ളൂ. ആ ധൈര്യം കൊടുക്കാനാണ് സഭ പറയണേ, ഡാ ചക്ക നീ ആയുഷ്കാലം ഇവിടെ നോക്കിക്കോളോട്ട എന്ന് ധൈര്യം കൊടുക്കണത്. അതുകൊണ്ടാണ് പാപ്പ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുക, സ്നേഹത്തിൻ്റെ വ്യത്യസ്ത പ്രകാശനങ്ങൾ, പരസ്പര താല്പര്യവും ശ്രദ്ധയും സ്നേഹപൂർവമായ ആദരവും ആഴത്തിൽ അർത്ഥമുള്ള ആശയവിനിമയം എന്നിവയോടുള്ള സംവേദകത്വം അവരെ പഠിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം സമഗ്രവും ഉദാരതാപൂർണവുമായ ആത്മദാനം നടത്താൻ തയ്യാറാക്കും. ആത്മദാനം, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ആത്മദാനമാകട്ടെ പരസ്യമായ ഒരു സമർപ്പണം വഴി അവരുടെ ശരീരമെന്ന ദാനത്തിൽ പ്രകാശിപ്പിക്കപ്പെടും. അതായത് പരസ്യമായിട്ട് ഈ ആത്മദാനം ഏറ്റു പറഞ്ഞിട്ട് വേണം ശരീരം എന്ന യാഥാർത്ഥ്യത്തിലെ ഈ ലൈംഗികത ഉപയോഗിക്കാനായി. അങ്ങനെ വിവാഹത്തിലെ ലൈംഗിക ഐക്യം അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാം കൊണ്ടും സമ്പന്നമാക്കപ്പെട്ട എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സമർപ്പണത്തിൻ്റെ ഒരു അടയാളമായി കാണപ്പെടും. അതായത് സമർപ്പണത്തിൻ്റെ അടയാളത്തിൽ മാത്രമേ ലൈംഗികതയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നതാണ് മാർപ്പാപ്പയുടെ ഉദ്ദേശം. നമ്മൾ ഈ ചർച്ച ക്രോഡീകരിക്കുമ്പോൾ പ്രധാനമായും നമ്മളിന്ന് ചർച്ച ചെയ്തത് ലൈംഗികത, വിവാഹത്തിന് വേണ്ടി ദൈവം തിരിച്ച് ലൈംഗികതയുടെ എല്ലാ ശാരീരികമായ എക്സ്പ്രഷൻസും അതിൻ്റെ ഉപയോഗവും വിവാഹത്തിനുള്ളിൽ വിവാഹത്തിൻ്റെ കൗദാശികപരമായ സ്വീകരണത്തിന് ശേഷം മാത്രമാണ് ദൈവം അനുവദിച്ചിട്ടുള്ളൂ. സഭ വളരെ കൃത്യമായി അത് നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ഈ ആത്മദാനത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഈ ലൈംഗികത ഉപയോഗിക്കേണ്ടത്. ഇന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ധാരാളം വാദങ്ങൾ നമ്മുടെ ചുറ്റുപാടും വളർന്നു വരുന്നു, അത് ശക്തമാകുന്നുണ്ട്.
അവിടെയും നമ്മുടെ കുട്ടികളെ, നമ്മുടെ കൗമാരപ്രായക്കാരെ, നമ്മുടെ യുവജനങ്ങളെ ലൈംഗികതയുടെ ദൈവികമായ പദ്ധതി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ വിശുദ്ധമായ ജീവിതം വഴി നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ കേട്ട ചർച്ചകൾ തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് നാളെ ഒരു കൃത്യമായ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നൽകാൻ ഉപകാരപ്പെടുന്നു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരെയും ഈ ഒരു ലൈംഗിക വിശുദ്ധിയുടെ സംസ്കാരത്തിൽ വളർത്താൻ ഉള്ള പരിശ്രമത്തിൽ നമുക്ക് സഭയോട് ചേർന്ന് പങ്കുചേരാം, പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം.